ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 6 സൊല്യൂഷൻസ്, ലൈനുകളാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ലൈനിയുടെ ഗാഢത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ആണ്. അതെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. ഒരു ലായകത്തിൽ എത്രമാത്രം ലീനം സൊല്യൂട്ട് അലിഞ്ഞു ചേരുന്നു, ഡിസോൾവ് ആവുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഒരു ലൈനിയുടെ ഗാഢത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. ഇനി ലീനം സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ആ ലായനി ഗാഢലായനിയായിരിക്കും അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആയിരിക്കും. ഇനി സൊല്യൂട്ടിൻ്റെ അളവ് ലീനത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് നേർപ്പിച്ച ലായനിയായിരിക്കും, ലൈലൂട്ട് സൊല്യൂഷൻ ആയിരിക്കും. സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ലായനിയുടെ ഗാഢത എക്സ്പ്രസ് ചെയ്യാൻ പല യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു യൂണിറ്റാണ് നമ്മളിവിടെ പഠിക്കുന്നത്, മാസ് പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മെത്തേഡ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ദി മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിസോൾഡ് ഇൻ എ സൊല്യൂഷൻ ഇൻ പെർസെൻറ്റേജ്. ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ മാസ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണിത്. അപ്പോൾ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനകത്ത് എത്രമാത്രം ലീനം ലയിച്ചു ചേരുന്നുണ്ട്, ഡിസോൾവായി ചേരുന്നുണ്ട് എന്നത് നമ്മൾ മാസ് പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ചാൽ it express the amount of solute in gram present in 100 gram of solution. 100 ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് കണക്കാക്കുന്നത്. ഇക്വേഷൻ മാസ് പെർസെൻറ്റേജ് ഓഫ് എ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി സൊല്യൂട്ട് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. ലായനിയുടെ മാസ് പെർസെൻറ്റേജ് ഈക്വൽ ലീനത്തിൻ്റെ മാസ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് 10 gram കോമൺ സാൾട്ട് ഇസ് ഡിസോൾഡ് ഇൻ 90 gram വാട്ടർ, ഹൗ ഇസ് ദി കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റഡ് ഇൻ ടേംസ് ഓഫ് മാസ് പെർസെൻറ്റ്. മാസ് പെർസെൻറ്റേജിൽ ഇവിടുത്തെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് 10 gram ഉപ്പുണ്ട്, 90 gram ജലത്തിൽ ലയിപ്പിച്ചു എന്നിരിക്കട്ടെ. മാസ് പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഗാഢത കണക്കാക്കുന്നത്? ലീനത്തിൻ്റെ മാസ് ഓഫ് സൊല്യൂട്ട് എത്രയാണ്? കോമൺ സാൾട്ടാണ് നമ്മുടെ സൊല്യൂട്ട്. അപ്പോൾ അതിൻ്റെ മാസ് എത്ര? 10 gram. മാസ് ഓഫ് സോൾവെൻറ്റ്, നമ്മുടെ ഇവിടുത്തെ സോൾവെൻറ്റ് ലായകം ഏതാണ്? വാട്ടറാണ്. അതിൻ്റെ മാസ് എത്ര? 90. അപ്പോൾ സൊല്യൂഷൻ്റെ മാസ് എത്ര ആയിരിക്കും? ലായനിയുടെ മാസ് 10 + 90, അപ്പോൾ നമുക്ക് 100 gram എന്ന് കിട്ടും. ഇനി നമ്മുടെ ഇക്വേഷൻ മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു 10/100 ഇൻറ്റു 100. മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. അങ്ങനെ നമുക്ക് 10% എന്ന് കിട്ടും ലായനിയുടെ മാസ് പെർസെൻറ്റേജ്. അപ്പോൾ ഇവിടുത്തെ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ലീനത്തിൻ്റെ മാസ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100 ആണ്. അങ്ങനെ നമുക്ക് 10% എന്ന് കിട്ടും. അപ്പോൾ ഒരു സൊല്യൂഷൻ്റെ ലായനിയുടെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് ഇക്വേഷൻ എങ്ങനെയാണ്? മാസ് ഓഫ് ദി സൊല്യൂട്ട് ലീനത്തിൻ്റെ മാസ് ഡിവൈഡ് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ ലായനിയുടെ മാസ് ഇൻറ്റു 100. ഓക്കെ. What does it mean if the concentration of the common salt is 15%? ഒരാൾ തയ്യാറാക്കിയ ഉപ്പുവെള്ളത്തിൻ്റെ ഗാഢത 15% ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 100 gram ലായനിയിൽ 15 gram ഉപ്പാണ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ദാറ്റ് 15 gram of common salt is present in 100 gram of the solution. ഒരു കേസ് പറയുവാണെങ്കിൽ ഇനി ഒരു കോൺസെൻട്രേഷൻ ഓഫ് കോമൺ സാൾട്ട് 20% ആണെന്ന് പറയുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? 100 gram ലായനിയിൽ 20 gram എന്ന് പറയുന്നത് കോമൺ സാൾട്ടാണ്, കറിയുപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം, ഉപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എ സൊല്യൂഷൻ ഈസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് 2 gram of substance A in 18 gram water. Calculate the mass percentage of the solution. 18 gram ജലത്തിൽ എ എന്ന പദാർത്ഥത്തിൻ്റെ 2 gram ചേർത്ത് ഒരു ലായനി തയ്യാറാക്കി. ലായനിയുടെ മാസ് പെർസെൻറ്റേജ് കണക്കാക്കുക. അപ്പോൾ ഇവിടെ മാസ് ഓഫ് സൊല്യൂട്ട് ലീനത്തിൻ്റെ മാസ് എത്രയാണ്? 2 gram. നമ്മുടെ ഇവിടുത്തെ സബ്സ്റ്റൻസ് എ ആണ് ഇവിടുത്തെ ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാസ് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ മാസ് ഓഫ് സബ്സ്റ്റൻസ് എ എന്ന് പറയുന്നത് 2 gram ആണ്. ഇനി മാസ് ഓഫ് സോൾവെൻറ്റ് ലായകത്തിൻ്റെ മാസ് ഇവിടെ എത്രയാണ്? 18 gram. നമ്മുടെ ലായകം ഇവിടെ ആരാണ്? വാട്ടറാണ് നമ്മുടെ സോൾവെൻറ്റ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആദ്യം മാസ് ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ 18 + 2 അങ്ങനെ നമുക്ക് 20 gram എന്ന് കിട്ടും. ഇനി നമ്മുടെ ഇക്വേഷൻ മാസ് പെർസെൻറ്റേജ് ഓഫ് ദി സൊല്യൂഷൻ
ലായനിയുടെ മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി സൊല്യൂട്ട് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. ലീനത്തിൻ്റെ മാസ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 10% എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ്റെ ലായനിയുടെ മാസ് പെർസെൻറ്റേജ് എത്രയാണ്? 10%. Of solvents in terms of mass percentage is important in the production of many products in the industry. മാസ് പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ ലായനിയുടെ ഗാഢത കണ്ടെത്തുന്നത് പല വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും പ്രധാനമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ദി ബ്ലീച്ചിങ് സൊല്യൂഷൻ യൂസ്ഡ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ്. വ്യാവസായിക ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ബ്ലീച്ചിങ് ലായനി എന്നത് is the aqueous solution of 3.62 mass percentage of sodium hypochlorite ആണ്. 3.62 മാസ് പെർസെൻറ്റേജ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റിൻ്റെ ജലീയ ലായനിയാണ് നമ്മുടെ ബ്ലീച്ചിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ബ്ലീച്ചിങ് സൊല്യൂഷൻ. അപ്പോൾ ദിസ് ഷോസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ആക്യുറസി ഇൻ മെഷർമെൻറ്റ്. അളവുകൾ കൃത്യമായിരിക്കേണ്ടത് പ്രധാനമാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, പൂരിത ലായനി. പലതരത്തിലുള്ള ലീനങ്ങൾ, സൊല്യൂട്ടും ലായകങ്ങൾ, സോൾവെൻറ്റിനെ പറ്റി നമുക്ക് ഫെമിലിയർ ആണ്, പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മൾ. ഹൗ മച്ച് സോൾട്ട് ക്യാൻ ബി ഡിസോൾഡ് ഇൻ എ സോൾവെൻറ്റ്? ഒരു ലായകത്തിൽ ലീനത്തെ എത്രത്തോളം ലയിപ്പിക്കാൻ നമുക്ക് സാധിക്കും? നമുക്ക് നോക്കാം, ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. Take 100 ml water in a beaker. Dissolve ammonium chloride in small portion. We can see that the solute dissolves in it. ഒരു ബീക്കറിൽ 100 ml വെള്ളം എടുക്കുക. അതിലേക്ക് തന്നെ നമ്മൾ അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. കുറച്ച് മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ. അത് എന്നിട്ട് ലയിപ്പിക്കുന്നു, ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു. കുറേശ്ശെയായിട്ട് നമ്മൾ അവയെ ലയിപ്പിക്കുകയാണ്. ലീനം ലയിച്ചു ചേരുന്നതായി കാണാം. സൊല്യൂട്ടായ അമോണിയം ക്ലോറൈഡ് നമ്മുടെ സോൾവെൻറ്റ് വാട്ടറിലേക്ക്, ലായകത്തിലേക്ക് ഡിസോൾവായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ അമോണിയം ക്ലോറൈഡ് തരികൾ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. സ്റ്റിർ കണ്ടിന്യൂസ്ലി ആഡിങ് മോർ അമോണിയം ക്ലോറൈഡ് ക്രിസ്റ്റൽസ്. പിന്നെയും നമ്മൾ കുറേശ്ശെയായിട്ട് ഇങ്ങനെ അമോണിയം ക്ലോറൈഡ് ക്രിസ്റ്റൽസ് ഇങ്ങനെ ആഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. You reach a particular point when you notice that the excess solute does not dissolve anymore. നമ്മൾ അപ്പോൾ അവസാനം ഒരു പോയിന്റിലെത്തും. നമ്മൾ പിന്നെ എത്ര അമോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ സൊല്യൂട്ട് ഇട്ട് കൊടുത്താലും, ലീനം ഇട്ട് കൊടുത്താലും അത് അലിഞ്ഞു ചേരാത്ത ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തും. എ സൊല്യൂഷൻ ദസ് ഒബ്റ്റൈൻഡ് ഈസ് കോൾഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ആ അവസ്ഥയാണ് നമ്മൾ പൂരിത ലായനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നമ്മൾ ആദ്യം നല്ലപോലെ അവരെ ലയിപ്പിച്ച് കൊണ്ടുവരികയായിരുന്നു. അവസാനം നമ്മൾ എത്ര അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്താലും, എത്ര നമ്മൾ സ്റ്റിർ ചെയ്താലും അവ ലയിക്കാത്തതായിട്ടൊരവസ്ഥ വരും. ആ ഒരു സൊല്യൂഷനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ പൂരിത ലായനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും. താപനില ഇവിടെ സ്ഥിരമായിരിക്കും. ടെമ്പറേച്ചർ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും ഈ ഒരു പ്രോസസ്സിൻ്റെ സമയത്ത്. അപ്പം നമ്മൾ ഈ പിക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആദ്യം നമ്മളൊരു 100 ml വാട്ടർ എടുക്കുന്നു, അതിലേക്ക് അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് സ്റ്റിർ ചെയ്യുന്നു, ഇളക്കുന്നു. നമ്മുടെ അവിടെ ടെമ്പറേച്ചർ 3 പിക്ചറിൽ നോക്കിയാൽ മതി. T°C എന്ന് പറഞ്ഞാൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്, താപനില അവിടെ സ്ഥിരമാണ്. പിന്നീട് നമ്മൾ അവസാനം എത്തുമ്പോഴത്തേക്ക് നമ്മൾ എത്ര സ്റ്റിർ ചെയ്തെന്ന് പറഞ്ഞാൽ, ഇളക്കിയെന്ന് പറഞ്ഞാലും നമ്മൾ പിന്നെയും ആഡ് ചെയ്ത് കൊടുക്കുന്ന അമോണിയം ക്ലോറൈഡ് അതിനകത്ത് ലയിച്ച് ചേരുകയില്ല, ഡിസോൾവ് ആയി പോവുകയില്ല. അങ്ങനെ കാണപ്പെടുന്ന സൊല്യൂഷനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ പൂരിത ലായനി എന്ന് പറയുന്നത്. സൊല്യൂഷൻ ഒബ്റ്റെയിൻഡ് ബൈ ഡിസോൾവിങ് ദി മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് കോൾഡ് എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീന് ലയിച്ചു ചേർന്നാൽ ലഭിക്കുന്ന ലായനിയാണ് പൂരിത ലായനി. അപ്പോൾ നമുക്ക് പറ്റുന്ന അത്രയും ലീനത്തെ ആ വെള്ളത്തിൽ നമ്മൾ ലയിപ്പിച്ച് ചേർത്തു.
അവസാനം അത് സാച്ചുറേറ്റഡ് ആയ ശേഷം അല്ലെങ്കിൽ പൂരിത ലൈനി ആയ ശേഷം നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്ന ലീനിയം സൊല്യൂട്ട് അതിൽ അലിഞ്ഞു ചേരുകയില്ല. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ പൂരിത ലൈനി. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനിയം ലയിച്ചു ചേർന്നാൽ ലഭിക്കുന്ന ലൈനിയാണ് പൂരിത ലൈനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അപൂരിത ലൈനി. ആക്ടിവിറ്റി 2 നോക്കാം. പ്രവർത്തനം 2 നമുക്ക് നോക്കാം. യു നോട്ടീസ്ഡ് ദാറ്റ് ബിഫോർ ദി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഈസ് ഫോംഡ്, അമോണിയം ക്ലോറൈഡ് ക്രിസ്റ്റൽസ് ഡിസോൾവ്ഡ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ. പൂരിത ലൈനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ അമോണിയം ക്ലോറൈഡ് തരികൾ ജലത്തിൽ ലയിച്ചു ചേരുന്നത് നിങ്ങൾ കണ്ടുവല്ലോ. ഇതിനെ അപൂരിത ലൈനി എന്ന് വിളിക്കുന്നു. ദിസ് ഈസ് കോൾഡ് ആൻ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നമ്മുടെ ടെമ്പറേച്ചർ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, താപനില ഇവിടെ സ്ഥിരമാണ്. നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എത്തുന്നതിന് മുമ്പേ, പൂരിത ലൈനി എത്തുന്നതിന് മുമ്പേ അവ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? സൊല്യൂട്ട് അതിൽ ഡിസോൾവ് ആയി പോകുന്നുണ്ടായിരുന്നു. നമ്മൾ ആഡ് ചെയ്യുന്ന കുറേശ്ശെ നമ്മൾ ആ ക്രിസ്റ്റൽസ് ആഡ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അതിൽ ലയിച്ചു ചേരുന്നുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ അപൂരിത ലൈനി അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. എ സൊല്യൂഷൻ ഒബ്റ്റെയിൻഡ് ബൈ ഡിസോൾവിങ് ലെസ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് than the required to make the solution saturated at a particular temperature is called an unsaturated solution. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാക്കാൻ ആവശ്യമായതിനേക്കാൾ കുറവ് ലീനം ലയിപ്പിച്ച് ലൈനിയെ അപൂരിത ലൈനി എന്ന് പറയുന്നു. ഒരു നിശ്ചിത താപനില, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കാൻ വേണ്ടി നമ്മൾ ലീനത്തെ ഉപയോഗിക്കുമ്പോൾ അതിൽ കുറവ് ലീനം ഉപയോഗിച്ച് ലയിപ്പിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സൊല്യൂഷനെയാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ അപൂരിത ലൈനി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്